ഇനി നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ നോക്കാം. ഭരണി നക്ഷത്രക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭാഗ്യം ജനനസമയത്ത് ഭാഗ്യം കടന്നു വരികയും പിന്നീട് കുറച്ച് കഷ്ടതകൾ ജീവിതത്തിൽ വരികയും ചെയ്യുന്ന ഒരു നക്ഷത്രക്കാരാണ് ഈ ഭരണി നക്ഷത്രക്കാർ. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ കലഹമുണ്ടാവാൻ കൂടുതൽ സാധ്യത കൂടുതലാണ്. അതായത് ഇവരോട് മറ്റുള്ളവർ കലഹിക്കുകയോ ഇവർ മറ്റുള്ളവരോട് കലഹിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന, അതായത് കൂടുതൽ കലഹങ്ങൾ വന്നു ചേരാവുന്ന ഒരു ജീവിതമായിരിക്കും ഇവരുടേത്. അതുകൊണ്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു നക്ഷത്രക്കാരാണ്. എന്നാൽ കൂടി ഇവരെ തൊഴിൽ രംഗത്തായാലും ജീവിതത്തിലായാലും ഇവർ ഒരുപാട് ഭൃത്യന്മാർ ഇവർക്ക് സഹായികളായിട്ട് ഉണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് ഇവിടെ എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകതകൾ തന്നെയാണ്. ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിമാനത്തിന് ക്ഷതം വരുന്ന കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് അവർക്ക് ഉൾക്കൊള്ളാനാവില്ല. അവരതിനോട് എതിർക്കുകയും അതിൻ്റെ പേരിൽ ഇവർ അവിടെ നിന്ന് മാറി നിൽക്കുകയൊക്കെ ചെയ്യാവുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും ഈ ഭരണി നക്ഷത്രക്കാർ. പിന്നെ ഇവർക്ക് കലാപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കഴിവ് ഉണ്ടായിരിക്കാൻ ഇടയുണ്ട്. എന്തെങ്കിലും ഒരു കലയിൽ ഇവർക്ക് ഒരു പ്രത്യേകമായിട്ട് കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കും. ഇവർക്ക് സ്വതന്ത്രമായ കുറച്ച് ചിന്താഗതികളുണ്ട്. അതായത് അവർക്ക് എന്തൊരു കാര്യത്തിലും ഇവർ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയും തീരുമാനം എടുക്കുന്നവരാണ്. മറ്റുള്ളവരുടെ ആശയങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം ഉണ്ടായിരിക്കും. അതാണ് ഈ ഭരണി നക്ഷത്രക്കാരൻ്റെ പ്രത്യേകത നമുക്ക് പറയാനുള്ളത്. ഇവരധികം സംസാരിക്കാത്തവരായിരിക്കും, അധികം സംസാരിക്കാറില്ല. എന്നാൽ അതുപോലെ തന്നെ അന്യരുടെ കാര്യങ്ങളിലൊന്നും അധികം ഇടപെടാനും ഇവർ നിൽക്കാറില്ല. പിന്നെ ഇവരുടെ എന്ന് പറഞ്ഞു വെച്ചാൽ ചിലർ ഇവരെ പറയും ഇവർ ഭയങ്കര കർക്കശ സ്വഭാവമുള്ളവരാണെന്ന് പറയും. അതായത് ഒരു കാര്യം തന്നെ ഉറച്ചു നിൽക്കുകയും ഭയങ്കര എന്താ പറയുക, എടുത്ത തീരുമാനത്തിൽ മാറ്റമില്ലാതെ പെരുമാറ്റത്തിലായാലും അങ്ങനെയൊക്കെ ഒരു വരുന്നതുകൊണ്ട് അവർ പലരും കർക്കശ സ്വഭാവമുള്ളവരായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. പിന്നെ ആചാരങ്ങൾ, ഈശ്വരവിശ്വാസമൊക്കെ ഇവർക്കുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതായത് ഈശ്വരവിശ്വാസമുള്ളവരാണ് പൊതുവെ. ഇവർ ആചാരങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നക്ഷത്രക്കാരാണ് ഈ ഭരണി നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ഇവരിപ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കും പെട്ടെന്ന് ദേഷ്യപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അതധികം നേരം ഉണ്ടാവില്ല. അതായത് കുറച്ച് സമയം മാത്രമാണ് ഇവരുടെ ഒരു ദേഷ്യം നിലനിൽക്കുന്നത്. അതാണ് ഈ ഭരണി നക്ഷത്രക്കാരുടെ പൊതുവെ നമ്മൾ പറയാറുള്ള ഒരു കാര്യം അതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരധികം ദേഷ്യപ്പെട്ടാലും കുറച്ച് കഴിഞ്ഞാൽ അവർ ശാന്തതയിലേക്ക് മാറും. അങ്ങനൊരു സ്വഭാവമുള്ളവരാണ് അവർ. പിന്നെ മറ്റുള്ളവരുടെ മനസ്സ് വായിച്ചെടുക്കാനായിട്ട് ഇവർക്ക് പ്രത്യേക ഒരു കഴിവുണ്ടെന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ പൊതുവെ ഒത്തുതീർപ്പിന് നിൽക്കാറില്ല, അധികം അവർ താല്പര്യപ്പെടാറില്ല. അങ്ങനത്തെ ഒരു സ്വഭാവം ഇവർക്കുണ്ട്. ആരുടെ മുന്നിൽ തല കുനിക്കാനും ഒരു താല്പര്യമില്ലാത്തവരാണ്. എടുത്ത തീരുമാനം ഉറച്ചു നിൽക്കുക, അതാണ് ഈ ഭരണി നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടനഷ്ടതകൾ സംഭവിക്കുന്നുണ്ട്. അതായത് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. പക്ഷേ അതെന്ന് വെച്ചാൽ ഇവരാരോടും പരാതി പറയാനൊന്നും നിൽക്കുന്നില്ല. അതിനെ എങ്ങനെ മറികടക്കാം, എങ്ങനെ അത് തരണം ചെയ്യാമെന്നാണ് ഇവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ ഭരണി നക്ഷത്രക്കാർ ഏകദേശം ഒരു 10 വയസ്സിൻ്റെ അടുത്താണ് പറയുന്നത്. അവർക്കൊരു നല്ലൊരു സമയമായിരിക്കും. ഇവർക്ക് എന്താ പറയുക, കൂടുതൽ ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും. അത് കഴിഞ്ഞൊരു 10 വയസ്സിന് ശേഷം ഒരു 16 വയസ്സ് വരെയും ഇവർക്ക് ജീവിതത്തിൽ ഉയർച്ചകളൊക്കെ കടന്നു വരുന്നൊരു സമയം തന്നെയാണ്. ഇവർക്കൊരു എന്താ പറയുക, വിദ്യാഭ്യാസ രംഗത്തൊക്കെ നല്ല ഉയർച്ച കാണുന്ന ഒരു സമയമാണ് നമുക്ക് ഈ ഒരു 10 തൊട്ട് 16 വയസ്സ് വരെയുള്ള സമയം. അതിനുശേഷം 16 തൊട്ട് 26 വരെയുള്ള സമയവും വലിയ കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം ഒരു ജീവിതത്തിലുണ്ടായിരിക്കും. എന്നിരുന്നാൽ പോലും 26 വയസ്സിന് ശേഷം ജീവിതത്തിൽ കലഹങ്ങൾ വന്നു ചേരാം, കഷ്ടതകൾ വന്നു ചേരാം, പ്രശ്നങ്ങൾ വന്നു ചേരാം, ദേഹത്ത് മുറിവുകൾ, ചതവുകളൊക്കെ വന്നു ചേരാം. അങ്ങനെ പല ഒരു സാഹചര്യം 26 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെയുള്ള സാഹചര്യം അവർക്ക് കുറച്ച് കഷ്ടതകൾ നിറഞ്ഞ സമയം തന്നെയാണ്. അതുപോലെ 33 തൊട്ട് 51 വയസ്സ് വരെയുള്ള സമയവും ഇവർക്ക് അത്ര നല്ലതല്ല ജീവിതത്തിൽ. ഇനി ഇവർക്ക് നല്ലൊരു സമയം വരുന്നത് 51 വയസ്സ് മുതൽ 67 വയസ്സ് വരെയുള്ള ഒരു സാഹചര്യം ഇവർക്ക് കുറച്ച് നല്ല ജീവിതത്തിൽ പൊതുവെ നല്ലൊരു സമയം കാണാറുണ്ട്.
ഈ മറ്റുള്ളവരുടെ മനസ്സ് വായിച്ചെടുക്കാനായിട്ടുള്ള ഒരു കഴിവ് ഇവർക്ക് പ്രത്യേകിച്ചുണ്ടാവും. അതായത് ഇപ്പോൾ മുന്നിൽ വരുന്ന വ്യക്തി എന്താണ് മനസ്സ് ചിന്തിക്കുന്നതിന് പെട്ടെന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നാണ് ഈ പറയണത്. അതനുസരിച്ചായിരിക്കും ഇവർ പെരുമാറുന്നത് അവരോട്. അതായത് ഇപ്പോൾ മനസ്സിലൊന്ന് ഒളിപ്പിച്ച് വെച്ച് ഇവരുടെ മുന്നിൽ നമുക്ക് പെരുമാറാൻ സാധിക്കില്ല. കാരണം അവർക്കൊരു പ്രത്യേക ഭരണനഷ്ടത്തിൽ ചിലർക്കെങ്കിലും ഈ ഒരു കഴിവ് ഉണ്ടായിരിക്കും. ഇതൊക്കെ നമുക്ക് ഇവരുടെ ഭരണനക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയാവുന്നത്. ഇത് ചിലതെല്ലാം ചിലർക്ക് അനുഭവത്തിലുണ്ടായിരിക്കാം, എന്നാൽ ചിലതെല്ലാം മാറ്റമുണ്ടായിരിക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ ജാതകം കൂടി അനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതവും ഒക്കെ നമുക്ക് കണക്കാക്കേണ്ടത്. ഇത് നമ്മുടെ ഭരണനക്ഷത്രത്തിൻ്റെ പ്രത്യേകതകൾ മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്.